ഉത്രട്ടാതി നക്ഷത്രം. ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ ഉത്രട്ടാതി നക്ഷത്രം മധ്യഷൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷുഫലം ഗുണകരമാണ്. എങ്കിലും 7.5 ശനിയിൽ ജന്മശനിയും 4-ൽ വ്യാഴവും വരുന്നത് കൊണ്ട് തന്നെ ചാരവശാൽ അത്ര കണ്ട് ഗുണകരമല്ല. തൊഴിൽ രംഗത്തെ കഠിനാധ്വാനം ആവശ്യമായി വരുന്നൊരു സമയമാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പ്രാരംഭ തടസ്സം ഉണ്ടായാലും അതിനെ മറികടന്ന് വിജയത്തിലെത്തിക്കുവാനും സാധിക്കുന്നതാണ്. ദിഷണാപരമായിരിക്കുന്ന കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ളതായിരിക്കുന്ന അവസരങ്ങൾ ഒരുങ്ങുന്നതാണ്. പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അത് പ്രായോഗിക തലത്തിൽ എത്തിക്കുവാനുമുള്ളതായിരിക്കുന്ന പരിശ്രമങ്ങൾ വിജയിക്കും. പൊതു കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം മാറ്റിവെക്കും. വീട് പുതുക്കി പണിയുവാനോ വാഹനം വാങ്ങുവാനോ സാധിക്കുന്നതാണ്. കുടുംബത്തിലെ അംഗങ്ങളുമായി അസ്വാരസ്യങ്ങളൊക്കെ ഇടകാണുന്നത് കൊണ്ട് തന്നെ സംഭാഷണത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ഇടയുള്ള സമയമായതുകൊണ്ട് തന്നെ കൊടുക്കൽ വാങ്ങലുകളിലും ശ്രദ്ധ വേണം. പരീക്ഷകൾക്കും മറ്റുമായിട്ട് യാത്രകൾ ചെയ്യേണ്ടതായിരിക്കുന്ന അവസ്ഥയും വന്നു ചേരാം. സ്നേഹബന്ധങ്ങളെ ചൊല്ലിയുള്ള കലഹങ്ങളും വാദപ്രതിവാദങ്ങളും മനസ്സിനെ വിഷമിപ്പിച്ചേക്കും. ശത്രുക്കളുടെ ദുഷ്പ്രയോഗം നിമിത്തമായിട്ട് പല കാര്യങ്ങൾക്കും വിഘ്നങ്ങൾ സംഭവിക്കാം. മനസ്സിൽ അകാരണമായ ഭയം വരും എന്നതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസവും യോഗ, പ്രാർത്ഥന തുടങ്ങിയവയും ശീലമാക്കേണ്ടതാണ്. മറ്റുള്ളവരെ വിശ്വസിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രത വേണ്ടതായുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശാസ്താവെങ്കിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും നീരാഞ്ജനം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും വീരഭദ്രയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ശനിവാരവ്രതം അനുഷ്ഠിക്കുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും നന്മ വരുത്തുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.